രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പ് കണ്ട ഏറ്റവും ഭീകരമായ രക്തച്ചൊരിച്ചിലിന് വിരാമമാകുന്നു എന്ന സൂചന നൽകിക്കൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയ പുതിയ പ്രഖ്യാപനം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. 4 വർഷത്തിലേറെയായി തുടരുന്ന റഷ്യ യുക്രൈൻ സംഘർഷം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നാണ് മോസ്കോയിൽ നടന്ന വിജയദിന പരേഡിന് പിന്നാലെ പുടിൻ മാധ്യമ പ്രവർത്തകരോട് വ്യക്തമാക്കിയത്. വിജയദിന പരേഡിൽ യുക്രൈനുമേൽ പൂർണ്ണ വിജയം നേടുമെന്ന് പ്രതിജ്ഞ ചെയ്തതിന് തൊട്ട് പിന്നാലെയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന വിരോധാഭാസമെന്ന് തോന്നിപ്പിക്കാവുന്ന പ്രസ്താവന അദ്ദേഹം നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. ലോകക്രമത്തെ തന്നെ മാറ്റിമറിച്ച ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ തയ്യാറെടുക്കുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകളും തെരഞ്ഞെടുക്കുന്ന മധ്യസ്ഥരും വരാനിരിക്കുന്ന നയതന്ത്ര ചർച്ചകളുടെ സ്വഭാവം എന്തായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നു. മോസ്കോയിലെ റെഡ് സ്ക്വയറിൽ ഇത്തവണ നടന്ന വിജയദിന പരേഡ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ ലളിതമായിരുന്നു എന്നത് യുദ്ധം റഷ്യയിൽ ഏൽപ്പിച്ച ആഘാതത്തിന്റെ തെളിവായി വിലയിരുത്തപ്പെടുന്നുണ്ട്. സോവിയറ്റ് യൂണിയൻ നാസി ജർമ്മനിയെ പരാജയപ്പെടുത്തിയതിന്റെ സ്മരണ പുതുക്കുന്ന ഈ ദിനം റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദേശീയ ആഘോഷമാണ്. എന്നാൽ യുദ്ധം നീണ്ടുപോകുന്നതിനനുസരിച്ച് റഷ്യയുടെ സൈനിക ശേഷിയിലും സാമ്പത്തിക ഭദ്രതയിലും വന്ന മാറ്റങ്ങൾ പരേഡിന്റെ വലിപ്പത്തെയും ബാധിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഈ വിഷയം ഇപ്പോൾ ഒരു അന്ത്യത്തിലേക്ക് വരികയാണെന്ന് താൻ കരുതുന്നു എന്ന് പുടിൻ തുറന്നു പറഞ്ഞത്. യൂറോപ്പിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ താൻ സന്നദ്ധനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഈ ചർച്ചകളിൽ താൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന മധ്യസ്ഥനായി അദ്ദേഹം തിരഞ്ഞെടുത്തത് മുൻ ജർമ്മൻ ചാൻസലർ ഹെർഹാർഡ് ഷ്രോഡറെയാണ് എന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ അത്ഭുതമുണ്ടാക്കിയിട്ടുണ്ട്. ഗെർഹാർഡ് ഷ്രോഡറെ പുടിൻ തന്റെ പ്രിയപ്പെട്ട മധ്യസ്ഥനായി ഉയർത്തിക്കാട്ടുന്നതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ജർമ്മനിയുടെ ചാൻസലറായിരുന്ന കാലം മുതൽ പുടിനുമായി അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന നേതാവാണ് ഷ്രോഡർ. റഷ്യൻ ഊർജ്ജ കമ്പനിയായ ഗാസ്പ്രോമിൻ്റെയും നോർഡ് സ്ട്രീം പൈപ്പ് ലൈൻ പദ്ധതികളുടെയും ഭാഗമായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ അദ്ദേഹത്തിന് നേരെ വലിയ വിമർശനങ്ങൾ ഉയരാൻ കാരണമായിട്ടുണ്ട്. എങ്കിലും നിലവിലെ ജർമ്മൻ നേതൃത്വത്തെക്കാളും മറ്റ് യൂറോപ്യൻ നേതാക്കളെക്കാളും തനിക്ക് വിശ്വാസം ഷ്രോഡറെയാണെന്നത് പുടിൻ പറയാതെ തന്നെ പറയുകയാണ്. യൂറോപ്പും റഷ്യയും തമ്മിലുള്ള ബന്ധം ശീതയുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും മോശമായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ പഴയകാല നയതന്ത്ര ബന്ധങ്ങൾ പുനരുജ്ജീവിപ്പിക്കാനാണ് പുടിൻ ശ്രമിക്കുന്നത്. ഒരു കാലത്ത് റഷ്യയുടെ ഊർജ്ജ വിപണിയായിരുന്ന യൂറോപ്പിനെ വീണ്ടും വിശ്വാസത്തിലെടുക്കാൻ ഷ്രോഡറെ പോലെയുള്ള ഒരു വ്യക്തിക്ക് സാധിക്കുമെന്ന് മോസ്കോ കണക്കുകൂട്ടുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം മുൻകൈയെടുത്ത് നടത്തി വന്നിരുന്ന സമാധാന ചർച്ചകൾ നിലവിൽ തടസ്സപ്പെട്ടിരിക്കുകയാണ് എന്ന് ക്രെംലിൻ ഔദ്യോഗികമായി അറിയിച്ചു. ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഇടപെടലുകൾ യുദ്ധത്തിന് ഒരു വേഗത്തിലുള്ള പരിഹാരം കാണുമെന്ന് ലോകം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും റഷ്യയുടെയും യുക്രൈന്റെയും കർക്കശമായ നിലപാടുകൾ ചർച്ചകളെ വഴിമുട്ടിച്ചു. താൻ വിഭാവനം ചെയ്ത യുദ്ധലക്ഷ്യങ്ങൾ പൂർണ്ണമായും കൈവരിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് പുടിൻ ആവർത്തിക്കുന്നുണ്ടെങ്കിലും സമാധാനത്തിനായുള്ള വാതിലുകൾ തുറന്നിടുന്നത് റഷ്യ നേരിടുന്ന ആഭ്യന്തര സമ്മർദ്ദം മൂലമാണെന്ന് കരുതപ്പെടുന്നു. റഷ്യൻ അധിനിവേശത്തെ ഒരു പ്രത്യേക സൈനിക നടപടി എന്ന് മാത്രമാണ് മോസ്കോ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ 2022 തുടങ്ങിയ ഈ അധിനിവേശം 1962 ക്യൂബൻ മിസൈൽ പ്രതിസന്ധിക്ക് ശേഷം റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റവും വലിയ നയതന്ത്ര പ്രതിസന്ധിക്കാണ് വഴിമരുന്നിട്ടത്. യുദ്ധത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പുടിൻ വിരൽ ചൂണ്ടുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെയും നാറ്റോയുടെയും നിലപാടുകൾക്ക് നേരെയാണ്. 1989 ബെർലിൻ മതിൽ തകർന്നതിന് ശേഷം നാറ്റോ കിഴക്കോട്ട് വികസിക്കില്ല എന്ന് പാശ്ചാത്യ നേതാക്കൾ നൽകിയ വാഗ്ദാനം ലംഘിക്കപ്പെട്ടുവെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. യുക്രൈനിനെ യൂറോപ്യൻ യൂണിയന്റെയും നാറ്റോയുടെയും സ്വാധീന വലയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് റഷ്യയെ പ്രതിരോധത്തിലാക്കിയതും യുദ്ധത്തിലേക്ക് നയിച്ചതുമെന്നാണ് പുടിന്റെ വാദം. റഷ്യയുടെ അതിർത്തിയിൽ പാശ്ചാത്യ സൈനിക സാന്നിധ്യം ഉണ്ടാകുന്നത് തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഏതൊരു സമാധാന കരാറിലും യൂറോപ്പിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ റഷ്യയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഉറപ്പുകൾ പുടിൻ ആവശ്യപ്പെടുമെന്ന് ഉറപ്പാണ്. പുടിൻ ഇപ്പോൾ ഒരു വെടിനിർത്തലിനോ യുദ്ധം അവസാനിപ്പിക്കാനോ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നതിന് പിന്നിൽ റഷ്യ അനുഭവിക്കുന്ന കടുത്ത സാമ്പത്തിക സാമൂഹിക പ്രത്യാഘാതങ്ങളുണ്ട്. 4 വർഷത്തിലേറെ നീണ്ട പോരാട്ടം റഷ്യയുടെ $3 ട്രില്യൺ മൂല്യമുള്ള സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ റഷ്യയുടെ വിദേശ വ്യാപാരത്തെയും സാങ്കേതിക വിദ്യയുടെ വളർച്ചയെയും തളർത്തുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ സോവിയറ്റ് സേന പോരാടിയതിനേക്കാൾ കൂടുതൽ സമയം റഷ്യൻ സൈനികർക്ക് യുക്രൈനിൽ ചെലവിടേണ്ടി വന്നിരിക്കുന്നു എന്നത് പുടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്കയാണ്. റഷ്യയിൽ മഹത്തായ ദേശസ്നേഹ യുദ്ധം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 1941-45 കാലഘട്ടത്തേക്കാൾ നീണ്ട ഈ പോരാട്ടം സൈനികരുടെ മനോവീര്യത്തെയും ജനങ്ങളുടെ പിന്തുണയെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും യുക്രൈനിന്റെ വലിയൊരു ഭാഗം തകർക്കപ്പെടുകയും ചെയ്ത ഈ യുദ്ധം ആർക്കും ഗുണകരമാകില്ലെന്ന തിരിച്ചറിവ് റഷ്യൻ നേതൃത്വത്തിനുണ്ടായിരിക്കുന്നു.
യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ യുക്രൈനിന്റെ നിലപാട് നിർണായകമാണ്. റഷ്യ പിടിച്ചെടുത്ത തങ്ങളുടെ പ്രദേശങ്ങൾ തിരികെ ലഭിക്കാതെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇതുവരെ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ അമേരിക്കയും യൂറോപ്പും നൽകുന്ന സൈനിക സഹായം കുറയുന്ന സാഹചര്യമുണ്ടായാൽ യുക്രൈനിനും ചർച്ചാ മേശയിലേക്ക് വരേണ്ടി വരും. പുടിന്റെ പുതിയ നീക്കം പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാനുള്ള തന്ത്രമാണെന്നും ചില നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഗെർഹാർഡ് ഷ്രോഡറെ പോലെയുള്ള നേതാക്കളെ മുൻനിർത്തി യൂറോപ്പിലെ ഒരു വിഭാഗത്തെ തങ്ങളോട് അടുപ്പിക്കാൻ റഷ്യ ശ്രമിച്ചേക്കാം. ഇത് നാറ്റോയുടെയും യൂറോപ്യൻ യൂണിയന്റെയും ഐക്യത്തിന് വെല്ലുവിളിയാകുമെന്ന കാര്യം ഉറപ്പാണ്. ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് വരാനിരിക്കുന്ന നയതന്ത്ര നീക്കങ്ങളിലേക്കാണ്. ഊർജ്ജ പ്രതിസന്ധിയും ആഗോള പണപ്പെരുപ്പവും മൂലം ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ദുരിതമനുഭവിക്കുമ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് അന്ത്യമുണ്ടാകുക എന്നത് ആഗോള സാമ്പത്തിക ഭദ്രതയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. പുടിന്റെ പ്രഖ്യാപനം വെറും വാക്കുകളിൽ ഒതുങ്ങാതെ പ്രായോഗികമായ സമാധാന നീക്കങ്ങളായി മാറുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. യൂറോപ്പിന്റെ ഭൂപടത്തിലും സുരക്ഷാ നയങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു പുതിയ ഉടമ്പടിയിലേക്ക് ഈ ചർച്ചകൾ നയിച്ചേക്കാം. അത് യുക്രൈനിന്റെ പരമാധികാരത്തെ എങ്ങനെ ബാധിക്കുമെന്നതും പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയുടെ നിബന്ധനകൾ അംഗീകരിക്കുമോ എന്നതും വരും മാസങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളായിരിക്കും. ചുരുക്കത്തിൽ വ്ളാഡിമിർ പുടിന്റെ ഈ പുതിയ നിലപാട് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ എന്ന പോലെ യൂറോപ്പിലും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. യുദ്ധം നൽകുന്ന വേദനയേക്കാൾ സമാധാനം നൽകുന്ന സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് റഷ്യ കണ്ണുവെക്കുന്നു എന്ന സൂചനയാണിത്. എന്നാൽ ഈ സമാധാനം റഷ്യയുടെ വിജയമായാണോ അതോ ഇരുപക്ഷത്തിൻ്റെയും വിട്ടുവീഴ്ചയായാണോ ചരിത്രത്തിൽ രേഖപ്പെടുത്തുക എന്നത് നയതന്ത്ര ചർച്ചകളുടെ വിജയത്തെ ആശ്രയിച്ചിരിക്കും. ഷ്രോഡറെ പോലെയുള്ള പഴയ സുഹൃത്തുക്കളെ കൂട്ടുപിടിച്ച് പുടിൻ നടത്തുന്ന ഈ നീക്കം വിജയിക്കുകയാണെങ്കിൽ അത് ലോക രാഷ്ട്രീയത്തിലെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമാകും. യുദ്ധം അവസാനിക്കട്ടെ എന്നും ലോകമെന്നും സമാധാനത്തിന്റെ പാതയിലേക്ക് മടങ്ങട്ടെ എന്നും ആഗ്രഹിക്കുമ്പോഴും സുരക്ഷാ ക്രമീകരണങ്ങളിലെ വിട്ടുവീഴ്ചകൾ ഭാവിയിൽ മറ്റൊരു സംഘർഷത്തിന് കാരണമാകുമോ എന്ന ആശങ്കയും അവശേഷിക്കുന്നുണ്ട്. ഏതായാലും ക്യൂബൻ മിസൈൽ പ്രതിസന്ധിക്ക് ശേഷമുള്ള ഈ വലിയ നയതന്ത്ര പരീക്ഷണം ലോകത്തിന്റെ വിധി നിശ്ചയിക്കുന്ന ഒന്നായി മാറും എന്നതിൽ തർക്കമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.